കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ടൂൾസ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് PDCA എന്ന് പറയുന്നത്. PDCA എന്ന് പറയുന്നത് പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്. നമ്മൾ ചെയ്യുന്നത് ഇതാണ്: പ്ലാൻ ചെയ്യുന്നു, പിന്നെ ഡു ചെയ്യുന്നു. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണു, പിന്നെ ആക്ട്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് ഐഡിയാസ് ആൻഡ് ഹൈപ്പോത്തസിസ്. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് വഴിയൊക്കെ ഓരോരുത്തരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിപ്രായങ്ങളനുസരിച്ച് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ സോഫ്റ്റ്വെയർ IT ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തും ഈ കാറുകൾ, 2 വീലേഴ്സ് അങ്ങനെയുള്ള വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. എല്ലാ ഫീൽഡിലും ഉണ്ട്. അങ്ങനെയുള്ളതാണ് കുറച്ചുകൂടി ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത്. കുറച്ച് നാൾ വേണം അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താനൊക്കെ ഉള്ളത്. അങ്ങനത്തേനൊക്കെയാണ്. ഇപ്പോൾ കാറൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ സോപ്പ് ഉണ്ടാക്കുന്ന പോലെ എളുപ്പത്തിൽ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും, ഇമ്പ്രൂവ്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കും. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ടൂൾസാണ് PDCA എന്ന് പറയുന്നത്: പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്. ദ ഫ്രെയിംവർക്ക് ഗീവ് ഫ്രണ്ട് ലൈൻ ടീംസ് 4-step ഗൈഡ്. നമുക്ക് എന്ത് ചെയ്യുന്നു? ഇറ്റ് എനേബിൾസ് ടു അവോയ്ഡ് മേക്കിംഗ് സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റഡ്ലി ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ്, ലീൻ മാനുഫാക്ചറിങ്. അതായത് ഒരേ തെറ്റ് തന്നെ പിന്നെയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ യുവർ സ്ട്രാറ്റജീസ്, ഗോൾ, ഹൗ വിൽ യു അച്ചീവ് ദം. അതായത് നമ്മുടെ ഗോൾ എന്താണ്, അത് അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ് ആദ്യം നടത്തണം. പിന്നെ ചെയ്യുന്നത് ഡു ആണ്: ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ, മേക്ക് എനി ചേഞ്ചസ് റിക്വയർഡ് ടു എൻഷർ ഇറ്റ് വർക്ക് ചെയ്യാനുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ചെക്ക് ചെയ്യുന്നു: ഇവാലുവേറ്റ് ദ റിസൾട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആദ്യം പ്ലാൻ ചെയ്യണം, അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നു. ആക്ട്: മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫൗണ്ട് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. അതായത് നമുക്ക് അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ആ പ്രൊഡക്റ്റിൻ്റെ അടുത്ത ഭാഗം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ടൂൾസ് പറഞ്ഞ ഭാഗത്ത് നമ്മളിതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യില്ലേ. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗം ചെയ്യും. അങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. കാറ്, ബസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ബസ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചധികം കാലയളവ് വേണം. കുറച്ച് നാൾ കൊണ്ട് അത് ഉണ്ടാവില്ല. കുറച്ച് സമയം എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ടെക്നോളജിയുടെ അപ്ഡേഷൻ അനുസരിച്ച് പെട്ടെന്ന് മുന്നെയൊക്കെ 2-3 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു ബസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ടൈമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിനും ഇതുപോലെ ടൈം ഡ്യൂറേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെക്കാനിക്കൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ സാധനം പ്ലാൻ ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് പ്രോസസ്സ് പ്ലാൻ ചെയ്യണു, ഡു ചെയ്യണു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അടുത്ത ഭാഗം ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. സം കമ്പനീസ് ഫോളോ സ്ലൈറ്റ്ലി മോഡിഫൈഡ് PDSA ആയിട്ട് ചെയ്തിട്ടുണ്ട്. S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി. പിന്നെ നമ്മൾ പഠിക്കുകയാണ്. അത് പഠിച്ചിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തുകയാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഡു ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കും. പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ കുറച്ച് ഭാഗത്ത് ഇറക്കും. ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് ഇറക്കും. കുറച്ചൊരു 100 എണ്ണം ഇറക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മളത് തന്നെ കൊമേഴ്സ്യലൈസ് ചെയ്യും. നമ്മൾ അതുപോലത്തെ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്തിട്ടാണ് അത് മുഴുവൻ തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടി പഠിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്. നമ്മൾ ഫോണൊക്കെ ഇറക്കുന്ന സമയത്ത് ചെയ്യാറുള്ളതാണ്. PDCA വൺ ഓഫ് ദ മോസ്റ്റ് ഈസിലി അഡോപ്റ്റഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് PDCA എന്ന് പറയുന്നത്. എവറി വൺ കമ്പനി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫോളോ 4 സ്റ്റെപ്സ് റിലേറ്റബിൾ വൈഡ് വെറൈറ്റി ഓഫ് ജോബ്. ഓരോ ജോബ് റോളിനും അവരാർ ചെയ്യുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാറിൻ്റെയൊക്കെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യണതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതൊക്കെ മെഷീനാണ് ചെയ്യുന്നത്. അതിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റൺ ചെയ്യില്ല. അതിങ്ങനെ കംപ്ലയിൻസ് വരും. ലൂസായി വന്നിട്ട് അവസാനം അത് ഊരി വീഴും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. ആദ്യം തന്നെ ചെക്ക് ചെയ്യും. ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്യും. ഫസ്റ്റ് കീ ബെനിഫിറ്റ് PDCA ഇസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. സെയിം മിസ്റ്റേക്ക് പിന്നെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിലൊന്നും നമ്മൾ ആവർത്തിക്കാനായിട്ട് പാടില്ല. സം കമ്പനി ഡിസ്പ്ലേ ദ പ്രോസസ് ഓൺ പോസ്റ്റേഴ്സ് അറൗണ്ട് ദ ബിൽഡിംഗ്, അതർ പ്രിൻറ്റ് ഓൺ ഇറ്റ് മൗസ്, മാറ്റ് ആൻഡ് കോഫി മഗ്സ്. നമ്മൾ അതിൻ്റെ പ്രോസസ്സ് ഓരോന്നും ചെയ്യണത്, ഓരോ ഭാഗവും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ
കുടിക്കുന്ന കപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മൗസിലോ ഒരു മാറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. അതനുസരിച്ചാണ് ആ വർക്കുകൾ ചെയ്യുക. അപ്പോൾ അതിൽ വ്യത്യാസം വരില്ല, പിന്നെ മിസ്റ്റേക്ക് വരില്ല. അപ്പോൾ അതാണ് PDCA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഗംബ വോക്സ്. ജംബ വോക്സ് എന്നും പറയാം, ജംബ വോക്സ് അല്ലെങ്കിൽ ഗംബ ബോക്സ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഗംബ ആയതുകൊണ്ട് ഞാൻ ഗംബ എന്ന് പറയുന്നു. ഗംബ ബോക്സ് ക്യാൻ ബി പെർട്ടിക്കുലർലി പവർഫുൾ ദെൻ മോസ്റ്റ് കോമൺലി വാല്യുബിൾ റിസോഴ്സസ് ദ കമ്പനീസ്. ഇവിടെ ഈ ഗംബ വോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു, ഓഫീസ് സ്റ്റാഫുകൾ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതനുസരിച്ച് പ്ലാൻ ചെയ്യും. അതുപോലെ സൂപ്പർവൈസേഴ്സിന് ഡയറക്ഷൻ കൊടുക്കും, അവരത് ചെയ്യണ്ടോ എന്നുള്ളത് നോക്കും. ഇതാണ് ആദ്യമായിട്ട് മുന്നേയൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഗംബ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഹയർ അതോറിറ്റീസ് ഈ പ്ലാനിങ് ഒക്കെ ചെയ്തു കൊടുത്തവർ ഈ സ്റ്റാഫുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന അവർ ആ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ കടന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഗംബ ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് സാധാരണഗതിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊന്നും നമ്മുടെ ഹൈ അതോറിറ്റീസ് വരില്ല. അപ്പോൾ ഇവർ ഗംബ ബോക്സ് ഇൻവോൾവ് ഇൻട്രാക്ടിങ് വിത്ത് സ്റ്റാഫ് ഓൺ ദ ഇൻഫോർമൽ ബേസിസ് അറ്റ് ദ ലൊക്കേഷൻ വേർ ദേ ഡു ദെയർ വർക്ക്. എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അവിടേക്ക് വന്നിട്ട് അവിടെ ഒബ്സർവ് ചെയ്തിട്ട് ഇവർ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക്, ഇവരുടെ എങ്ങനെയാണ് മിസ്റ്റേക്ക് വരണേ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ കറക്ഷൻസ് കൊണ്ടുവരാം. ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ് ദ ലീഡേഴ്സ് ഹാവ് ബെറ്റർ ഐഡിയ തിങ്സ് അറ്റ് ദേ ആർ ഹാപ്പനിങ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ തന്നെ ഇവരുടെ വരുന്ന മിസ്റ്റേക്ക്, ഇവരെടുത്ത തീരുമാനത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ശരിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റെഗുലർ ഗംബ വർക്ക്സ് ഓൾസോ ഡെവലപ്പ് ബെറ്റർ എംപ്ലോയി റിലേഷൻഷിപ്പ്, ഗ്രേറ്റർ ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അത് ബെറ്റർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഗ്രേറ്റർ ഫോക്കസ് ചെയ്യാനും ഈ ഗംബ വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.